ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടോക്സ് ആൻഡ് വർക്ക്സ് ബൈ രേവതി. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്, സന്തോഷമായിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. എല്ലാവരുടെയും ലൈഫും അടിപൊളിയായിട്ടൊക്കെ പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഒരു അൺബോക്സിങ് സെക്ഷൻ ആയാലോ, എന്ത് പറയുന്നു? ഞാൻ മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്ത് 1-2 പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കോംബോ സെറ്റായിട്ട് വരുന്ന ഒരു പാക്കേജാണ് ഞാൻ എടുത്തിരുന്നത്. ഇതിൽ വന്നിട്ട് 5 ടീഷർട്ട്സാണ് വരുന്നത്. നമുക്ക് വീട്ടിന് ഉള്ളിലിടാം, പുറത്തിടണമെന്നുള്ളവർക്ക് പുറത്തു വിടാം. അതൊക്കെ നമ്മളുടെ സ്റ്റൈലിംഗ് സെൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ അതിനകത്ത് 5 കളേഴ്സിലാണ് വന്നിരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടാണ്. ഞാൻ എല്ലാം ലാർജ് സൈസിലാണ് ഓർഡർ ചെയ്തിരുന്നത്. കാരണം ഞാൻ കുറച്ച് തടിയൊക്കെ വെച്ചിട്ട് എൻ്റെ പഴയ ടീഷർട്ട്സ് ഒന്നും എനിക്ക് സൈസ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് പുതിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മെറ്റീരിയലൊന്നും എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല, എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. പക്ഷേ പ്രിൻസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു ചൂട് സമയത്ത് അങ്ങോട്ട് ദഹിച്ചില്ല. സെക്കൻഡ് വൺ വന്നിട്ട് ഈ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിരുന്നു. എനിക്ക് പിങ്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം സ്മൈലെന്ന് എഴുതിയിട്ട് നല്ലൊരു പ്രിൻ്റ് ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൈ കുറച്ച് പിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലാർജ് സൈസ് എടുത്തതേ കുറച്ച് ലൂസ് ഫിറ്റായിട്ട് കിടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് ഇങ്ങനെയാണ് വന്നത്. അപ്പം എല്ലാം ഞാൻ ഡിസ്ലൈക്കാണ് ചെയ്തത്. തേർഡ് വൺ വന്നിട്ട് ഈ ഒരു യെല്ലോ ടീഷർട്ടായിരുന്നു. നല്ല കളർ, നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളറായിരുന്നു. ഇത് ക്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് നല്ലൊരു ക്രൗൺ സിമ്പിളൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു കാണാനൊക്കെ നല്ല അടിപൊളി ടീഷർട്ടായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു ടൈമിലെ ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എനിക്കൊന്നും അങ്ങോട്ട് കംഫർട്ടായിട്ട് തോന്നിയില്ല. പിന്നെ മെറ്റീരിയലും അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ചൂടത്ത് നമുക്ക് അങ്ങോട്ട് അൺസഹിക്കബിളായിട്ടുള്ള ചൂടായതുകൊണ്ട് തന്നെ വിയർത്തൊലിക്കുന്നത് കൊണ്ട് അത് സെറ്റായില്ല. പിന്നെ ഫോർത്ത് വൺ വന്നിട്ട് ഈ ഒരു വൈറ്റ് വൺ ആണ്. ഇതിൽ വന്നിട്ട് നല്ല ഒരു സൈഡ് ഡിസൈനായിട്ട് ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ സ്മോൾ ടു ലാർജ് സൈസിൽ വന്നിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ പ്രിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതും ആക്ച്വലി എനിക്ക് എല്ലാ ടീഷർട്ട്സും ഇഷ്ടപ്പെട്ടു. പക്ഷേ മെറ്റീരിയലും ആ ഒരു ഫിറ്റ്നസ്സും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാനെല്ലാം റിട്ടേൺ ചെയ്യുകയാണ് ചെയ്തത്. സോ ഇതാണ് ഫോർത്ത് വൺ. ഇതും നല്ല കാണാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നമാണല്ലോ, എല്ലാം പ്രശ്നമാണല്ലോ. അതാണ് നമ്മുടെ കംഫർട്ടാണ് മെയിൻ എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ വന്നിട്ട് ഈ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ഇതിൻ്റെ പേര് മറന്നുപോയല്ലോ, എന്തുമായിരുന്നു എൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ മറന്നുപോയോ, നാവിൻ്റെ തുമ്പത്തുണ്ട്. എന്തുമായിരുന്നാലും ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കെല്ലാം ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ റിട്ടേൺ അടിച്ചു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണം കമൻറ്റ് ചെയ്യണേ.